ഇത് ഞാൻ മേടിച്ച ബൈക്കല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ സാവീന് ഡുക്കാട്ടി ഇന്ത്യയിൽ നിന്നൊരു ക്ഷണം വന്നു. ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച ബൈക്ക് മുംബൈയിൽ വരുന്നുണ്ട്, അത് കാണാനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞു. എത്രയോ പേരിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു അവസരം എത്തുക എന്ന് പറയുന്നത് ഒരു നിയോഗം പോലെയാണ്. ഇത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ മാനേജർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ എന്ന പേരിൽ ഞാനും അവന്റെ കൂടെ പോകാറുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടുന്ന ലോട്ടറികളാണ്. അങ്ങനെ ഞങ്ങൾ ബോംബെ ആനി ബസന്ത് റോഡിലുള്ള ഡുക്കാട്ടി സർവീസ് സെന്ററിലെത്തി. ഒരു ചില്ലുമുറിക്കുള്ളിൽ ഒരു മഞ്ഞ ബൈക്ക്. സാധാരണ ഡുക്കാട്ടി ബൈക്കുകൾ ചുവന്ന നിറത്തിലാണ് കാണുന്നതെങ്കിലും 2023 മിസാനോ റൗണ്ടിൽ തങ്ങളുടെ 1970കളുടെ റേസിംഗ് പാരമ്പര്യത്തെ ആദരിക്കാൻ ഡുക്കാട്ടി മോട്ടോ GP വേൾഡ് SPK ബൈക്കുകളുടെ നിറം മഞ്ഞയാക്കി. അന്നത്തെ 3 മത്സരങ്ങളും ജയിച്ച 2023 WSPK ചാമ്പ്യൻ അൽവറോ ബോട്ടിസ്റ്റയുടെ ബൈക്കാണ് അവിടെ ഇരിക്കുന്നത്. ബോംബെയിലുള്ള ഒരു ബൈക്ക് കളക്ടർ മോഹവില കൊടുത്ത് മേടിച്ച ബൈക്കാണിത്. ആളുടെ പേര് രഹസ്യമാണ്, എത്ര വിലയാണെന്നും പറയില്ല. നമുക്ക് വലിയ തമാശ തോന്നാവുന്ന ഒരു കാര്യം, ഈ ബൈക്ക് സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാൻ പോലും മേടിക്കുന്ന ആൾക്ക് അനുവാദമില്ല. അതിന് ഡുക്കാട്ടിയുടെ സ്പെഷ്യൽ അനുവാദം വേണം. അവരുടെ കമ്പനി മെക്കാനിക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ഈ ബൈക്കിനെ അതിന് വേണ്ട ബഹുമാനത്തോടെ സൂക്ഷിക്കാൻ കഴിയുമെന്ന് ഡുക്കാട്ടി കരുതുന്നവരെ മാത്രമേ അവർ ലേലത്തിന് പോലും ക്ഷണിക്കൂ. ഡുക്കാട്ടി പേര് പറഞ്ഞില്ലെങ്കിലും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബൈക്ക് മേടിച്ച ആൾക്ക് ഇതുപോലുള്ള മറ്റു 36 ബൈക്കുകളുണ്ട്. ഇതിൽ ഏറ്റവും വില കൂടിയ ഒന്ന് 70കളിൽ ഡുക്കാട്ടി ഇറക്കിയ ഏതോ സൂപ്പർ ബൈക്ക് മോഡലാണ്. ലോകത്ത് ആകെ 2 ബൈക്കുകളെ ബാക്കിയുള്ളൂ. ഒന്ന് ഇദ്ദേഹത്തിന്റെ കയ്യിലും മറ്റൊന്ന് ഡുക്കാട്ടി മ്യൂസിയത്തിലും. എന്തിനായിരിക്കും ഇത്രയധികം വില കൊടുത്ത് ഒരാൾ ഓടിക്കാൻ പോലും പറ്റാത്തൊരു ബൈക്ക് മേടിക്കുന്നത്? മോഹവില കൊടുത്ത് എന്തെങ്കിലും മേടിക്കുന്നത് സ്വന്തം സന്തോഷത്തിന് വില കൊടുക്കുന്നവരാണ്. നമ്മളെല്ലാം ചെറുപ്പം മുതലേ പരിശ്രമിക്കുന്നത് ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ്. അതുകൊണ്ടായിരിക്കാം നമ്മിൽ കാരണമറിയാത്തൊരു നഷ്ടബോധം എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്.